നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ഫെബ്രുവരി 15 കൊളംബോയിൽ വെച്ച് നടക്കേണ്ട ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നടക്കുമോ? പാകിസ്ഥാൻ ഗവൺമെൻറ് ഈ മത്സരം കളിക്കില്ല എന്ന് പ്രഖ്യാപിച്ച് കഴിഞ്ഞതാണ്. പക്ഷേ ഇപ്പോൾ PCBയുടെ സ്റ്റാൻഡ് എന്താണ്? PCBയും ICCയും തമ്മിൽ ചർച്ച ആരംഭിച്ചിട്ടുണ്ട് ഈ വിഷയത്തിൽ എന്നുള്ള വാർത്തയാണ് പുറത്തേക്ക് വരുന്നത്. ഇന്നലെ തന്നെ പ്രമുഖ ക്രിക്കറ്റ് പോർട്ടലുകളൊക്കെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എക്സ്പ്രസ് സ്പോർട്സ് പറയുന്നത് എന്താണെന്നറിയോ? ഈ പാകിസ്ഥാൻ ഇന്ത്യ മത്സരം നടക്കാനുള്ള സാധ്യതയുണ്ട്. ഇന്ത്യ പാകിസ്ഥാൻ T20 വേൾഡ് കപ്പ് ഗെയിം ബാക്ക് ഓൺ ദി ടേബിൾ ആസ് PCB ഇനിഷ്യേറ്റ് ടോക്സ് വിത്ത് ICC എന്നാണ് അവർ റിപ്പോർട്ട് ചെയ്യുന്നത്. സന്ദീപ് ദ്വിവേദി റിപ്പോർട്ട് ചെയ്ത ആ ഒരു വാർത്തയിലാണ് ഇക്കാര്യം പറയുന്നത്. ഒരു സഡൻ ചേഞ്ച് ഉണ്ടായിരിക്കുന്നു. This sudden change of tone on the opening day of World T20 tournaments opens the window for cricket's high-stake clash between the arch rivals at Colombo എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ പുറകിൽ ഇനിയിപ്പോൾ മത്സരം നടക്കുമോ എന്ന കാര്യത്തിൽ അത്രത്തോളം വ്യക്തതയുണ്ടോ എന്നുള്ളത് അറിയില്ല. പക്ഷേ ഒരു കാര്യം വളരെ ക്ലിയർ ആണ്, ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷേ ആ ചർച്ചയിൽ എന്തൊക്കെയാണ് മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. ശരിക്കും പറഞ്ഞാൽ ഫോഴ്സ് മെജർ ഇൻവോക്ക് ചെയ്യുന്നു PCB. അതാണ് ആ ഒരു റീസൺ. എന്തിനാണ് ഈ ഒരു ഫോഴ്സ് മെജർ ക്ലോസ് ഇൻവോക്ക് ചെയ്യുന്നത്? അപ്പോൾ അതിലുള്ള അവരുടെ റീസൺസ് എന്തൊക്കെയാണ് എന്ന് ചോദിച്ചുകൊണ്ട് ക്ലാരിറ്റിക്ക് വേണ്ടി ICC PCBയെ ബന്ധപ്പെട്ടിരുന്നു. അതായത് ആദ്യം PCB ICCയോട് കാര്യം പറഞ്ഞു, ഞങ്ങൾ ഈ മത്സരം കളിക്കാനില്ല, മറിച്ച് ഫോഴ്സ് മെജർ അവിടെ ഉപയോഗപ്പെടുത്തുകയാണ് എന്നാണ് പറയുന്നത്. ഈ ഫോഴ്സ് മെജർ എന്ന് പറഞ്ഞാൽ കോൺട്രാക്റ്റിലൊക്കെ ഉള്ളൊരു ക്ലോസ് ആണ്, ഒരു ലീഗൽ കൺസെപ്റ്റാണ്. അതായത് ഒരു കോൺട്രാക്റ്റിലേക്ക് വന്നിട്ടുള്ള ഒരു പാർട്ടിക്ക് വേണമെങ്കിൽ അവരുടെ ഒബ്ലിഗേഷൻസ് പെർഫോം ചെയ്യുന്നതിൽ നിന്ന് എക്സ്ക്യൂസ് കിട്ടുന്ന കാര്യമാണത്. സാധാരണഗതിയിൽ അൺഫോഴ്സിയബിൾ ആയിട്ടുള്ള ഇവൻറ്റ്സ് നടന്നാൽ, ഇപ്പോൾ ആ പാർട്ടിയുടെ കയ്യിൽ നിൽക്കാത്ത കാര്യങ്ങൾ നടന്നാലാണ് ഈ ഫോഴ്സ് മെജർ എന്ന് പറയുന്ന ഈ ഒരു ക്ലോസ് ഇൻവോക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. അത് മോസ്റ്റ് കോമൺലി നാച്ചുറൽ ഡിസാസ്റ്റർ, വാർ, ഇതൊക്കെയാണ് ഇതിന് റീസൺ ആയിട്ട് വേണ്ടത്. പക്ഷേ ICCയുടെ കാര്യത്തിൽ ഇൻ ടേംസ് ഓഫ് ദി പാർട്ടിസിപ്പേഷൻ എഗ്രിമെൻറ്റ് ഫോർ ICC ഇവൻറ്റ്സ് അതിൽ ഗവൺമെൻറ് ഓർഡറും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ഫോഴ്സ് മെജറിന് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് വെച്ചുകൊണ്ടാണ് പാകിസ്ഥാൻ ഈ മത്സരം കളിക്കില്ല എന്നുള്ളത് അറിയിക്കുന്നത്. എന്ന് പറയുമ്പോൾ പാകിസ്ഥാൻ ഗവൺമെൻറ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കി, ഫെബ്രുവരി 15 മത്സരം കളിക്കാൻ പറ്റില്ല, ഇന്ത്യക്കെതിരെ കളിക്കാൻ പറ്റില്ല, ബംഗ്ലാദേശിനോട് അവർ സോളിഡാരിറ്റി കാണിക്കുകയാണ് എന്നുള്ളതാണ് അവരുടെ നിലപാട്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ICC സ്വാഭാവികമായിട്ടും ഇൻ റെസ്പോൺസ് കാര്യങ്ങൾ PCBയോട് ചോദിച്ചു. ഈ ഒരു സംഭവം മിറ്റിഗേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ സ്റ്റെപ്പുകളാണ് നിങ്ങൾ എടുത്തിട്ടുള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് ചോദിച്ചു. അത് മെമ്പേഴ്സ് പാർട്ടിസിപ്പേഷൻ എഗ്രിമെൻ്റ് അനുസരിച്ച് അത് ആവശ്യമാണ്. ഇങ്ങനൊരു സംഭവം നിങ്ങൾ ഫോഴ്സ് മെജർ അവിടെ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ മിറ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്ത് സ്റ്റെപ്പുകൾ എടുത്തു എന്നുള്ള ചോദ്യം അങ്ങോട്ടേക്ക് ICC ചോദിക്കുന്നു. അപ്പം അത്തരം ഘട്ടങ്ങളിൽ PCB ഇപ്പം വിശ്വസിക്കുന്നത് അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു റൈറ്റ് ഉണ്ട് ഇത് ചെയ്യാനെന്നുള്ളതാണ്. കാരണം ഗവൺമെൻറ് ഓർഡറാണ്. ഇപ്പോൾ നേരത്തെ ഇന്ത്യ പാകിസ്ഥാൻ ബൈലാറ്ററൽ സീരീസുമായി ബന്ധപ്പെട്ടിട്ട് ഇത്തരത്തിൽ ഫോഴ്സ് മെജർ അപ്ലൈ ചെയ്യുകയും അന്ന് പാകിസ്ഥാന് അവരുടെ ക്ലെയിമുകൾ കിട്ടാതിരിക്കുകയും ചെയ്തിരുന്നു. അതൊരു പ്രീസിഡൻ്റ് ആയിട്ട് വെച്ചുകൊണ്ട് തങ്ങൾക്ക് അനുകൂലമായിട്ട് വിധി വേണം എന്നുള്ളതാണ് ഇപ്പോഴും PCBയുടെ ആവശ്യം. അതേസമയം ICC ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായേക്കാവുന്ന ഡാമേജസ് കൃത്യമായി അങ്ങോട്ടേക്ക് വ്യക്തമാക്കിയിട്ടുമുണ്ട്. അതുകൊണ്ട് ഈ ചർച്ച പുരോഗമിക്കുകയാണ്. ഇതിലെന്ത് സംഭവിക്കും എന്നുള്ളത് കണ്ടറിയണം. പക്ഷേ ഇന്ത്യ പാക് മാച്ചുമായി ബന്ധപ്പെട്ട് ആ മത്സരം നടക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് എക്സ്പ്രസ് സ്പോർട്സിൻ്റെ റിപ്പോർട്ട്. ബട്ട് കാര്യങ്ങൾ ഇപ്പോഴും അൺസർട്ടനിറ്റിയിൽ തന്നെയാണ്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോ സിദ്ദൂത്ത.